ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന അസൂസിന്റെ ഒരു ടഫ് ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്പ് ആണ്. അപ്പോൾ അതിന്റെ മോഡൽ വരുന്നത് 614J എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ബോർഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോർഡ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കംപ്ലൈൻസ് കസ്റ്റമർ പറയുന്നത് ഡെഡ് ആണ്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഓഫായി പോയി എന്നാണ് കസ്റ്റമർ പറയുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ SRCന്റെ പോയിന്റ് 19 വോൾട്ടേജ് വരേണ്ട പോയിന്റ് ആണ്, അഥവാ 0.0 മില്ലി വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്. 0.0 മില്ലി വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്, അഥവാ സപ്ലൈ എടുക്കുന്നില്ല. ബോർഡ് ജസ്റ്റ് അയച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ട റിസൾട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് 1 by 1 ആയിട്ട് സർവീസ് ചെയ്തെടുക്കാം. ഇത് ചെക്ക് ചെയ്ത് ട്രേസ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടത് ജസ്റ്റ് ബാനിങ് ആണ്. പക്ഷെ നമ്മളത് ബാനിങ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ലോട്ടായിട്ട് അഥവാ നല്ല രീതിയിൽ ബാൻ ആയിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വർക്ക് ചെയ്ത ഹിസ്റ്ററി എന്നുണ്ടെങ്കിൽ നല്ല ലോട്ട് ടൈമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കാണുന്ന സമയത്ത് ഓരോ ലെയറുകളാണ്. ഓരോ ലെയറിലും ഇതിലിപ്പോൾ ഈ ബോർഡിൽ PCB ആണെന്ന് നമ്മളിപ്പോൾ കണ്ടപ്പോൾ ഒരു 5 ലെയർ ഇവിടെ കാണുന്നുണ്ട്. ഈ 5 ലെയറിലും ഇതിലൂടെ സിഗ്നൽ വിത്ത് സപ്ലൈ ആണ് മൊത്തത്തിൽ കറങ്ങി പോകുന്നത്. സിസ്റ്റം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ കയറി വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഡിസ്പ്ലേ ഓക്കെയാണ്, ചെക്കിങ് ഓക്കെയാണ്. ഇനി ഇതിന്റെ ചാർജിങ്ങിന്റെ സെക്ഷനൊക്കെ ഇനി കെടുക്കുകയാണ് വർക്ക്. അതല്ലാതെ പിന്നെ USB-ന്റെ ബാക്കിയുള്ള വർക്കുകൾ എന്താണെന്നുള്ള ഐഡിയ ഇട്ടില്ല നമുക്ക്. ഏതായാലും നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാം, നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.